വോട്ട് പിടിക്കാൻ വരുമ്പോൾ വോട്ട് പിടിക്കാൻ പറ്റും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ 5 വർഷം കഴിഞ്ഞാൽ പറ്റുള്ളൂ. നമസ്കാരം, ഞാൻ അജയ് ഉണ്ണി. ഞാൻ ഇന്ന് വന്നേക്കണം നമ്മുടെ തൊടുപുഴ ടൗണിൻ്റെ ഒരു ഏകദേശം ഒരു 5-6 കിലോമീറ്റർ അടുത്ത് നമ്മുടെ തൊടുപുഴ മൂവാറ്റുപുഴ റൂട്ടിൽ കദളിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കദളിക്കാട് എന്ന പെരളമറ്റം എന്ന ഒരു മലയുടെ മണ്ടയിലാണ് വന്നേക്കണം. ഇവിടെ ഒരു കൂട്ടം പാവപ്പെട്ടവർ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഒരു കൂട്ടം കുറേ വീട്ടുകാരുടെ ഇവിടെ ഒന്നാമത് ഇവിടെ നോക്കി കാണിച്ചു കൊടുക്കുമ്പോൾ മൊത്തം പാറയും മലയും കാര്യങ്ങളുമാണ്. അതിൻ്റെ താഴെ അവരുടെ വീടുകൾ എല്ലാം ഉണ്ട്. അതൊരു വശം. ഇവിടെ ഇപ്പം നേരിട്ടേക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരിപ്പം ഈ നവകേരള സദസ്സിൻ്റെ അതിനൊക്കെ പരാതിയൊക്കെ കൊടുത്തായിരുന്നു. അപ്പോൾ ഇവരിപ്പം നേരിടുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രതിഭാസമാണ്. അവരിവിടെ ഒരു 8-10 വർഷമായിട്ട് ഇവിടുത്തെ ഒരു കൂട്ടം ആൾക്കാർ ഇവിടെയുള്ള പാവപ്പെട്ടവർ ഇവിടെ അനുഭവിക്കുന്ന വളരെ ഒരു ഭയങ്കര പ്രശ്നമാണ്. ഈ അധികാരികളൊന്നും ഇതിന് പരാതി കൊടുത്തിട്ടോ ഒന്നും ഇവരുടെ ഒരു ഇത് എന്താണെന്ന് പഠിക്കാനോ ഇതിൻ്റെ അകത്തൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടില്ല. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ട്. ഇവരുടെ കാര്യങ്ങളാണ്. ഇവരുടെയാണ് ചുറ്റുമുള്ള വീടുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തത്. ഇതൊക്കെയാണ് ഇതുപോലത്തെ ചെറിയ ചെറിയ വീടുകളിലായിട്ട് ഇവിടെ പാവപ്പെട്ട കുറേ പേര് ഇവിടെ താമസിക്കേണ്ട അവരുടെ ബുദ്ധിമുട്ടുകൾ. നിങ്ങളുടെ ബുദ്ധിമുട്ടെന്ന് പറയാനായിട്ട് വന്നതാണ്. ചേച്ചി പറഞ്ഞു ഇവിടെ എന്താണ് നിങ്ങൾ പറഞ്ഞ പ്രശ്നം? ഒരു 5-8 വർഷമായിട്ട് ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഇടി വെട്ടിയാൽ ഞങ്ങളിപ്പോൾ 2 പ്രാവശ്യം ഞങ്ങളുടെ ഈ വീടിന് പറ്റി. പിള്ളേർക്കും ഷോക്കേറ്റു. ഇപ്പോഴും മരുന്ന് കഴിച്ചോണ്ടിരിക്കണോ. ഈ ഒരു ഇടിമിന്നിന് വന്നാൽ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി പോവാ. ഇന്നലെ എന്ത് ഇടിയാണെന്നറിയാവാ. വല്ല ഇടിക്കാന്തത്തിന് ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ശരിയായ ഒന്നും അറിയാൻ പാടില്ല. ഇത് എത്ര നാളായി? ഇപ്പം 5-6 വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണെന്നാ പറയുന്നത്. 3-4 വർഷമായിട്ട് കൂടുതൽ ഇടിയാ. അതെ. അവരുടെ വീടിന്റെ നിങ്ങൾ എത്ര മൊത്തം 3-4 വീട്ടുകാർക്ക് ഈ ഒരു ഏരിയയിൽ അല്ലേ? മഴ പെയ്താ ചങ്കിടിച്ചാ ജീവിക്കണേ. ഉറക്കത്തിന് ഞങ്ങൾക്ക് വിഷമാവാനെ. അതെല്ലേ? ഒരു കുഞ്ഞു കൊച്ചൊക്കെ ഉണ്ട്. കാറ്റും മൊത്തം ഇവിടെ പ്രശ്നമാണ്. അതെല്ലേ? പിന്നെ ഇടിവെട്ടിയാ എന്നാ ഇടിയാ. അത് ഇത്രയും പാറയും ഇതുമൊക്കെ ഒന്നാമത് ഈ ഒരു എത്ര 1000 സ്റ്റെപ്പും കാണ്ട് കയറി എന്റെ ഇണച്ചക്കടം തകർന്നു പോയി. ഇവിടുന്ന് കയറി വന്നു 12 ഇടി കിട്ടി. എന്ത് ഇടിയായിരുന്നു. ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇത്രയും പൊക്കത്തിൽ ഇത് എത്ര കിലോമീറ്റർ പൊക്കത്തിലാണ്? എത്ര ഇത് ഞാൻ നടന്നു വന്ന് എന്റെ നടു പൊളിഞ്ഞു. ഇവിടം വരെ കയറി വന്നു. ഒരു 500 നടയല്ല 1000 നട കയറിയായിട്ട് ഇവർക്ക് ഇവിടെ വരാവുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞ് ഇവർക്ക് അപ്പൊ ഇവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് എങ്ങനെയെങ്കിലും പണിയെടുത്ത് ജീവിച്ചോളൂ. ഇവര് അപ്പൊ ജീവിക്കാൻ എന്തെങ്കിലും കൂലിപ്പണി എടുത്തോളും. അപ്പൊ അവർക്ക് ആ മിന്നൽ രക്ഷാജാലകം ഇവർക്ക് വച്ചു കൊടുക്കാന്ന് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിനൊക്കെ അപേക്ഷയെ കൊടുത്തായിരുന്നു. ഇപ്പം മാസങ്ങളായിട്ട് അധികാരികൾ യാതൊരു വിധ ഇതും ചെയ്തിട്ടില്ല. ഒരു പ്രയോജനമില്ല. അപ്പൊ ഇതിന് ഈ ഇങ്ങനെയുള്ള പാവങ്ങൾക്ക് എങ്ങനെയെങ്കിലും അവർ കഷ്ടപ്പെട്ട് അരി മേടിക്കണം, എങ്ങനെയെങ്കിലും പണിയെടുത്ത് ജീവിച്ചോളും. അപ്പൊ ഈ പറഞ്ഞ പോലെ മിന്നൽ രക്ഷാജാലകം ഓർണം ഇവിടെ വച്ചു കൊടുക്കുക. ഇവിടെ ഒരു 4-5 വീട്ടുകാരുണ്ട്. അവർ സമാധാനത്തോടെ ഉണ്ടും ഉറങ്ങിയും പണിയെടുത്തും ജീവിച്ചോട്ടെ. ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെ കഷ്ടപ്പാടുള്ളവർ കാണും. നമുക്ക് ഇങ്ങനെയുള്ള കഷ്ടപ്പാടുള്ളവരുടെ കഷ്ടപ്പാടുകൾ അധികാരികളിലേക്ക് എത്തിക്കുക എന്ന് മാത്രമാണ് നമ്മളെപ്പോലുള്ള സാധാരണകൾ ചെയ്യാവുള്ളൂ. അപ്പം നിങ്ങൾ ഇതിൻ്റെ അകത്ത് പുറകെ ഇവരുടെ കഷ്ടപ്പാട് അറിയാൻ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് വോട്ട് പിടിക്കാൻ പറ്റും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ 5 വർഷം കഴിഞ്ഞാൽ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക. ഇതൊന്ന് ഷെയർ ചെയ്ത് നാട്ടുകാരിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായം ഇതുപോലെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ പോവുകയാണ്. അപ്പം പൊക്കോട്ടെ.